തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. ആഗോള അയ്യപ്പ സംഗമം ചെലവ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചർച്ചയ്ക്കെടുത്തേക്കും. സംഗമം നടത്തിയതിന് മുഴുവൻ പണവും വേണമെന്ന നിലപാടിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. എന്നാൽ കൂടുതൽ തുക നൽകില്ലെന്ന തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. രജീഷ് നരിക്കുനി വിവരങ്ങളുമായി ചേരുന്നു. രജീഷ്, ഈ ഊരാളുങ്കൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ വീണ്ടും ദേവസ്വം ബോർഡിനെ? അജിംസ്, ആഗോള അയ്യപ്പ സംഗമമായി നടത്തിയ പണത്തിന്റെ കണക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇപ്പോഴും ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങൾക്ക് ഇനി കൂടുതൽ പണം നൽകാൻ കഴിയില്ല, 4.99 കോടി രൂപ മാത്രമേ ഞങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ, അതിൽ കൂടുതൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. 3 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. ഇനി ദേവസ്വം ബോർഡിന്റെ കണക്ക് പ്രകാരം 1,99,00,000 രൂപയാണ് നൽകാനുള്ളത്. അതേസമയം തന്നെ ഊരാളുകൾ നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം അവർക്ക് നൽകാനുള്ളത് 7 കോടി 11 ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. എന്നാൽ അത്രയും തുക, ബാക്കിയുള്ള തുക നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. കോടതിയിലടക്കം ഈ വിഷയം ഉണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. അജണ്ടയിൽ ഇക്കാര്യമില്ലെങ്കിലും നിലവിൽ സജീവ ചർച്ചയായിരിക്കുന്ന വിഷയം ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ദേവസ്വം ബോർഡ് എടുക്കുന്ന നിലപാട് എന്നത് ഏറെ നിർണായകമാണ്. കൂടാതെ തന്നെ ഇനി മറ്റൊരു സർക്കാരാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ അവർ ഈ പണം നൽകാൻ തയ്യാറാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കാമെന്ന ചോദ്യമടക്കം ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും കോടതിയിൽ ഈ വിഷയം പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ദേവസ്വം ബോർഡ് ഇന്നത്തെ യോഗത്തിൽ എടുക്കാൻ പോകുന്ന നിർണായക തീരുമാനം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അജിംസ്, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം